നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധവും ആഗോള എണ്ണ വിപണിയിലെ അനിശ്ചിതത്വവും ലോകത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശക്തി ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ഉപരോധങ്ങൾ, മറുവശത്ത് ഊർജ്ജ പ്രതിസന്ധി. ഈ രണ്ടിനുമിടയിൽ തുലനം കണ്ടെത്താൻ ശ്രമിക്കുന്ന മഹാശക്തിയായ US പോലും അവസാനം ഇന്ത്യയെ അവഗണിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച സംഭവവികാസമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഉപരോധം ഉണ്ടാകാത്ത വിധം 30 ദിവസത്തെ പൊതു ലൈസൻസ് നൽകുമെന്ന് പ്രഖ്യാപിച്ചാണ് US ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏപ്രിൽ 11 അവസാനിച്ച 30 ദിവസത്തെ ഇളവിന് പകരമാണ് പുതിയ ലൈസൻസ്. 2 ദിവസങ്ങൾക്ക് മുൻപ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതിന് വിപരീതമായാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നേരത്തെ ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ലൈസൻസുകൾ മാർച്ച് മാസം പുതുക്കില്ല എന്ന് ബെസന്റ് പറഞ്ഞിരുന്നു. പുതിയ ഉത്തരവ് അനുസരിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ലൈസൻസ് തുടരും. എന്നാൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങൽ സാധ്യമല്ല എന്നാണ് സൂചന. ട്രഷറി വകുപ്പ് വെള്ളിയാഴ്ച രാത്രി വൈകിയാണ് ലൈസൻസ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രകാരം വെള്ളിയാഴ്ച മുതൽ മെയ് 16 വരെ കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ എണ്ണ വാങ്ങാൻ രാജ്യങ്ങൾക്ക് അനുമതിയുണ്ട്. ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ, ഉപരോധ ഇളവുകൾ നീട്ടി നൽകാൻ US-നോട് ആവശ്യപ്പെട്ടിരുന്നു. US ഇറാൻ സംഘർഷം കാരണം ആഗോള എണ്ണവില ഉയർന്നത് കണക്കിലെടുത്ത് ഇളവുകൾ തുടരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഉപരോധ ഇളവുകൾ ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ഉപരോധ ഇളവ് പ്രാബല്യത്തിൽ വന്നതോടെ ഏകദേശം 30 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇന്ത്യ ഓർഡർ ചെയ്തു കഴിഞ്ഞു. റഷ്യൻ എണ്ണ കമ്പനികളിൽ നിന്നുള്ള ഇറക്കുമതി US ഉപരോധം കാരണം ഇന്ത്യ നേരത്തെ കുറച്ചിരുന്നു. ട്രംപ് ഭരണകൂടം റഷ്യൻ, ഇറാനിയൻ എണ്ണ വിപണനത്തിനുള്ള ഉപരോധം ഇളവ് ചെയ്തതിനെതിരെ വലിയ രാഷ്ട്രീയ എതിർപ്പുണ്ടായിരുന്നു. റഷ്യൻ ഉപരോധ ഇളവ് ഒരിക്കലും നീട്ടരുത്. ട്രംപിന്റെ ഇളവ് റഷ്യക്ക് യുദ്ധത്തിന് പണം നൽകി. ഇത് ഇറാനെ സഹായിക്കുന്നു എന്ന് US സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താൻ പറഞ്ഞിരുന്നു. കോൺഗ്രസ് അംഗങ്ങൾ ഗ്രെഗറി മിക്സ്, വില്യം കീറ്റിംഗ് എന്നിവർ റഷ്യൻ ഉപരോധ ഇളവ് അവസാനിപ്പിക്കാനുള്ള ബിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ഉപരോധ ഇളവ് ഇന്ത്യൻ റിഫൈനറികൾക്ക് നിയമപരമോ സാമ്പത്തികമോ ആയ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇറക്കുമതി തുടരാൻ അവസരം നൽകും. നേരത്തെ അനുവദിച്ച ഇളവിലൂടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. മാർച്ച് മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 3 ഇരട്ടിയായി വർദ്ധിച്ച് 5.3 ബില്യൺ യൂറോയിലെത്തി. എണ്ണവിലയിലെ വർധന ഇറക്കുമതി അളവ് ഉയർത്തി. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ വിലക്ക് കർശനമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന അമേരിക്ക അതേസമയം അതിനുള്ള ലൈസൻസ് നീട്ടാൻ നിർബന്ധിതമായത് യാദൃച്ഛികമല്ല. ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന വലിയ ആഘാതം നിയന്ത്രിക്കാനും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വലിയ ഉപഭോക്താക്കളെ പരിഗണിക്കാനും വേണ്ടിയാണ് ഈ നീക്കം. യുദ്ധ സാഹചര്യത്തിൽ എണ്ണ വിതരണം തകരാതിരിക്കാൻ തന്നെ ഈ താൽക്കാലിക ഇളവ് നൽകിയതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇവിടെ തന്നെയാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കങ്ങളുടെ പ്രാധാന്യം ഉയരുന്നത്. ലോകരാഷ്ട്രീയത്തിലെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ സ്വതന്ത്ര വിദേശ നയം എന്ന നിലപാട് ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധവും അമേരിക്കയുമായുള്ള തന്ത്രപരമായ കൂട്ടുകെട്ടും ഇരുവരെയും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അപൂർവ ബാലൻസ് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി മോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന നിരന്തരമായ ഫോൺ സംഭാഷണങ്ങളും ഈ പശ്ചാത്തലത്തിൽ നിർണായകമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഉയരുമ്പോഴും നേരിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ താൽപര്യങ്ങൾ ഉറപ്പാക്കാൻ മോദി എടുത്ത ശ്രമങ്ങൾ ഫലപ്രദമായിട്ടാണ് കാണപ്പെടുന്നത്. ഒരു വശത്ത് അമേരിക്ക ഉപരോധങ്ങൾ ശക്തമാക്കുമ്പോൾ പോലും മറുവശത്ത് ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇടം അവശേഷിപ്പിക്കപ്പെട്ടത് ഈ നയതന്ത്ര ചാതുര്യത്തിന്റെ തെളിവാണ്. റഷ്യ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് വരുന്ന കുറഞ്ഞ വിലയുള്ള ക്രൂഡ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും വിലക്കയറ്റ നിയന്ത്രണത്തിനും നിർണായകമാണ്. അതിനാൽ ഈ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള ബന്ധം തകർക്കാനും ഇന്ത്യ തയ്യാറല്ല. ഈ സങ്കീർണ സാഹചര്യത്തിൽ മോദി സർക്കാർ സ്വീകരിച്ച നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ താല്പര്യം ആദ്യം. ആഗോള ശക്തികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വശത്ത് നിൽക്കാതെ എല്ലാ വശങ്ങളുമായും ബന്ധം നിലനിർത്തുന്ന ഈ സമീപനം തന്നെയാണ് ഇന്ത്യയെ വേറിട്ടതാക്കുന്നത്. ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ശക്തമാവുകയാണ്. അമേരിക്ക പോലും തന്റെ തീരുമാനങ്ങളിൽ ഇന്ത്യയെ പരിഗണിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ കഥ ഇന്ത്യയുടെ ഉയർച്ചയുടെ കഥയാണ്. ഒരു കാലത്ത് ആഗോള രാഷ്ട്രീയത്തിൽ പിന്തുടരുന്നവരിൽ ഒരാളായിരുന്ന രാജ്യം ഇന്ന് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് എത്തി എന്നതിന്റെ തെളിവാണിത്. അതുകൊണ്ട് തന്നെ ഈ സംഭവ വികാസം ഒരു വലിയ സന്ദേശം നൽകുന്നു. ലോകം എത്ര മാറിയാലും ഇന്ത്യയുടെ ശബ്ദം ഇനി അവഗണിക്കാനാകില്ല. അതിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന നേതാവായി നരേന്ദ്രമോദി തുടരുമ്പോൾ